ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പാർട്ട്ണർ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്തയും ആഗ്രഹവുമാണ് അത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട്, അതായത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് കുറച്ച് രീതികൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ അവരെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ നമ്മളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ, എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജലസി ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ സീക്രട്ടായിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യുക, മീൻസ് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ഷോർട്ട് ടേമിലേക്കുള്ളൊരു ആൻസർ കിട്ടാം. അതല്ലാതെ ഇപ്പോൾ ലൈഫ് ലോങ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടെസ്റ്റുകൾ, അതായത് അവരെ എങ്ങനെ ടെസ്റ്റ് ചെയ്താലാണ് അവരെത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണാം. നമുക്ക് എന്തൊക്കെയാണ് ടെസ്റ്റുകൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ടെസ്റ്റാണ്. ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വേ ആണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്രത്തോളം നമുക്ക് വേണ്ടി അവൈലബിൾ ആകും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇമോഷണലി ഭയങ്കര ഡൗൺ ആയതുപോലെ ഇരിക്കുക. അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും അങ്ങനെ അഭിനയിക്കാൻ കഴിയില്ല, ആക്ട് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ വിഷമം വരുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ ചൂസ് ചെയ്യാം. എന്നിട്ട് ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ, അവർ പ്രസൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അവർക്ക് ചിലപ്പോൾ അതിന് ഇപ്പോൾ എന്താണ് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല, സോൾവ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ കെയർ നിങ്ങളുടെ കൂടെ ഉണ്ടോ, പ്രസൻസ് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ്. എന്നാൽ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യുന്നില്ല, എന്താ കാര്യം എന്നുള്ളത് ചോദിച്ചു, എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾ മിണ്ടാണ്ട് പോയി, പിന്നെ ആളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും പിന്നെ ചോദിക്കാൻ വരുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാല്യൂ ഒന്നും അവർ തരുന്നില്ല, ശ്രദ്ധ തരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. അവരെത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആകും എന്നുള്ളത് മനസ്സിലാക്കാനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ ആവശ്യം അവർക്കുള്ളത്. അത് ആ പേഴ്സണ് അറിയാം, അവർക്കെന്നല്ല എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം തരുന്നില്ല, അവർക്ക് അവരുടെ കാര്യമാണ് ഏറ്റവും വലുത് എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറി ടെസ്റ്റ് ആണ്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പണായിട്ട് അവരോട് പറയാം. അതായത് ഇത് എനിക്കിത് ഓക്കെ അല്ല, തീരെ കംഫർട്ടബിൾ അല്ല, ഇങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾ അവരോട് പറയാം. അത് അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പിന്നീട് അവരത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. നേരെ മറിച്ച് അവർ നെഗറ്റീവായ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, മീൻസ് ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്നേഹവും വീക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാം. സോ ഈ ഒരു ബൗണ്ടറി ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഇടയ്ക്കിടയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഇല്ലാതിരിക്കുന്ന ഒരു ടൈമിൽ വേണം നിങ്ങളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ റിയാക്ഷൻ മേ ബി മോശമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഒരു കുഴപ്പം ഇല്ലാത്തൊരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അടുത്തൊരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ആയി വരില്ലേ എന്ന് വിചാരിക്കണ്ടാവും. പക്ഷേ ആ ഒരു പ്രശ്നം ഇപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ അത് മാറില്ല. അവർ ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആവില്ല. നേരെ മറിച്ച് അവർ നിങ്ങളെ റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറാൻ മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ വലിയ രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം മേ ബി ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്തൊന്ന് വരാം. അപ്പോൾ അതും നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ മനസ്സിലാക്കാനും പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എഫേർട്ട് മിറർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ജസ്റ്റ് ഈ ഒരു ടെസ്റ്റിൻ്റെ പേര് പറഞ്ഞാണ്, ഇത് വേറൊന്നുമില്ല. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത് ഒന്ന് കുറയ്ക്കുക. നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നത്, മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള പേഴ്സൺ ആണെങ്കിൽ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നത് ഒക്കെ ഒന്ന് കുറയ്ക്കുക. അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അവർ നല്ല രീതിയിൽ പെരുമാറുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നല്ല രീതിയിൽ പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുക, അവരായിട്ട് എഫേർട്ട് എടുക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം യെസ് സ്നേഹമുണ്ട്. നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് ആ ഒരു പേഴ്സണ് പറ്റുന്നില്ല, ഓക്കെ അല്ല എന്നുള്ളത്. നേരെ മറിച്ച് അവർ ഇപ്പോഴും എഫേർട്ട് എടുക്കുന്നില്ല, നിങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും എഫേർട്ട് എടുത്ത് പോകേണ്ടത്, നിങ്ങൾ 1-2 ദിവസം മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാലും അവർക്കൊരു പ്രശ്നമല്ല, മിണ്ടാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇംബാലൻസ് ആണ്. സോ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ മെൻഷൻ ആണ്. അതായത് നിങ്ങൾ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ, അതായത് കാഷ്വലായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കുക. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി, രണ്ടുപേരും ഒരുമിച്ചുള്ള കാര്യങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് പറഞ്ഞു നോക്കുക. അവർ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, ആൾ ഓക്കെയാണ്. എന്നാൽ ആൾ ആ ഒരു ടോപ്പിക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആവാനുള്ള ചാൻസ് കുറവാണ്. അതായത് ആൾക്ക് വലിയ രീതിയിലുള്ള താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. എന്നാൽ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവർ നിങ്ങളെപ്പോഴും കൂടെ വേണമെന്ന് തന്നെ ചിന്തിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ, അതായത് ഈ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നതിലൂടെയും നമുക്കറിയാൻ പറ്റും അവർ നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം. അഞ്ചാമത്തെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. അതായത് അവരോട് ഡയറക്റ്റായിട്ട് ചോദിക്കുക. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ അവരോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന സമയത്ത് കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള, നമ്മളെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞുതരും. നിങ്ങളിപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നീ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം. അതായത് റിലേഷൻഷിപ്പ്, ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണോ, അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിലാണോ കാണുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരും. ബിക്കോസ് ഒരു ചെറിയ രീതിയിലുള്ള സംശയം പോലും ഉണ്ടാവരുത് എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. എന്നാൽ ആ ഒരു കാര്യം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത, നിങ്ങളെ ഭാവിയിൽ എപ്പോഴും കൂടെ കൊണ്ടുപോകണം, അല്ലെ മീൻസ് നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും ഒരു ക്ലാരിറ്റി അവർ തരില്ല. അതായത് അവർക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്, നീ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ എന്നുള്ള രീതിയിലൊന്നും അവർ ചിലപ്പോൾ ആൻസർ ചെയ്തൊന്നും വരില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ കല്യാണം കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരു പേടി അവർക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരത് പറയില്ല. ഇനിയിപ്പോൾ മാരേജ് ചെയ്യാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഓപ്പണായിട്ട് ചോദിക്കാം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ജോലി തിരക്കോ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഓപ്പണായിട്ട് പറയും. നിനക്കറിയില്ല എൻ്റെ വർക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്കധികം ശ്രദ്ധിക്കാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ അവർ ഓപ്പണായിട്ട് പറയും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്തൊക്കെയോ മറയ്ക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. അതായത് ഇറിറ്റേറ്റ് ആവും, ദേഷ്യപ്പെടും, ഇതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ടെസ്റ്റിലൂടെ നമുക്ക് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്താൽ മതി. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സംശയം കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തോന്നുകയാണ്, ഇല്ല എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ, അതിനെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുറേ തോന്നുന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ ഓപ്പണായി കാണുന്നുണ്ടാവുക. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു സംശയം വരുന്നുണ്ടെങ്കിൽ, അതായത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ ഈ ഒരു സംശയം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ മൈൻഡ് നമുക്കൊരു ചെറിയ രീതിയിൽ നമ്മൾക്കിങ്ങനെ പറഞ്ഞു തരികയാണ് എന്തോ സംതിങ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് നമുക്കിങ്ങനെ സംശയം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ചീറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ മൈൻഡിൽ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു സംശയം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംശയം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വെറുതെ കളയരുത്. മീൻസ് അത് വെറുതെ തോന്നുന്നതാണ് എന്നുള്ള രീതിയിൽ വിട്ട് കളയരുത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചേ പറ്റുള്ളൂ. കാരണം നമുക്കിങ്ങനെ എപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നത് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്കങ്ങനെ തോന്നുന്നുണ്ടാവുക. സോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇത് എല്ലാവരും എല്ലാം ചെയ്ത് നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല, എങ്കിലും പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതേപോലെ റിലേഷൻഷിപ്പുമായി സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്